അരുൺ കുര്യൻ സിംഗിൾ ആണോ? മഞ്ഞുമൽ ബോയ്സ് ശരിക്കും ലൈഫിൽ ഫണ്ണാണോ? സിനിമ കയ്യിൽ നിന്ന് പോവും എന്ന് തോന്നുന്ന ആ സമയത്ത് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കിട്ടുന്ന അവസരങ്ങൾ ചെയ്യുക, അല്ല സിനിമ ചെയ്യാതിരിക്കുക. ആരൊക്കെയാന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. കോൺട്രവേഴ്സി ടോപ്പിക്സ് ഒന്നും സംസാരിക്കില്ല. ഷോയുടെ പേരാണ് ഇപ്പോൾ ഇവിടെ അരുൺ കുര്യൻ. താങ്ക് യു ഫോർ കോളിംഗ് മീ. ഇങ്ങനത്തെ ഒരു വെഞ്ചറിന് എന്നെ വിളിക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. എ.കെയുടെ ലൈഫിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എ.കെ ഇതുവരെ ആയിട്ട് നേരിട്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വഴിത്തിരിവേദം? എൻ്റെ ഫസ്റ്റ് സിനിമയുടെ ഓഡിഷൻ തന്നെ എനിക്ക് പേഴ്സണലി ഒരു വഴിത്തിരിവായിട്ടാണ് തോന്നുന്നത്. എന്നെ റിജക്റ്റ് ചെയ്തതാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ. ഫസ്റ്റ് സിനിമ ആനന്ദമായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓഡിഷനായിരുന്നു. അപ്പോൾ ആദ്യം പെർഫോം ചെയ്തത് വളരെ ബോറായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തു, ഇപ്പോൾ ഡയറക്ടറിനും ഫീൽ ചെയ്തതാണ്. പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി, ആ ഓഡിഷൻ ചെയ്തൊരു അവരുടെ വർക്ക് സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് അനൂപ് എന്നാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചാൽ എന്താണ് അവർ ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ ആ ലേനിക്കൂടെ, കല്ലൂരൊരു വീടായിരുന്നു, ലേനിക്കൂടെ നടക്കുമ്പോൾ ഞാൻ ആ സീൻ അങ്ങനെ ചെയ്ത് കൊടുത്തു അവൻ്റെ മുമ്പിൽ. അവനോട് പറഞ്ഞില്ല എന്താ അവർ. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി, ഇത് വീണ്ടും ഒന്ന് ചാൻസ് ചോദിച്ചാലോ അങ്ങനെ. അപ്പോൾ എനിക്കത് വഴിത്തിരിവായിട്ടാണോ തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഇപ്പം എൻ്റെ ലൈഫ് എവിടെ നിൽക്കുന്നു എല്ലാം ഒരു വഴിത്തിരിവാണ്. അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി വന്ന് ഏതെങ്കിലും കമ്പനി ജോലി ചെയ്തതിന് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ വാശിപൂർവ്വം നിർബന്ധപൂർവം വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് ചെയ്തത് തന്നെ വളരെ ഒരു വഴിത്തിരിവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു? എതിർപ്പ് വെച്ചാൽ അവർക്ക് ആശങ്കയാണ് കൂടുതലും ഈ സിനിമയിൽ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാം. പിന്നെ കുറേ പേരുടെ മക്കൾ, അവർക്കൊക്കെ അല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ടോ, നിനക്ക് ആരെ അറിയത്തില്ല, അങ്ങനത്തെ അത് ഒരു ഫെയർ ചിന്തകളും പേരൻസ് ആസ് ഇൻ അവർ പ്രായമായതുകൊണ്ടുള്ള അവരുടെ തോട്ട്സാണ്. അവരുടെ ഒരു സമയത്ത് അവരില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും, അങ്ങനെ അത് ഒരു ഫെയർ ഇതാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ശ്രമം ചെയ്യണമല്ലോ. ഞാനിപ്പോഴും ഒന്ന് ശ്രമിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോഴും. എ.കെ കോളേജിൽ എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി ചെയ്തത് BCom ആണ്. ഞാൻ സിനിമകൾ കൊച്ചിലെ മുതലേ ഭ്രാന്താണ്. ഞാൻ 3 Idiots എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഡിഗ്രി കഴിയാറായപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു ഇനി സിനിമ ശ്രമിച്ചാലോ. സിനിമ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് മീഡിയ ഇൻഡസ്ട്രിയിൽ കയറാം എന്നുള്ളൊരു മൈൻഡിൽ. സിനിമയിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഈ ബോംബെയിലൊക്കെ പോയാൽ ഒരു ജേർണലിസം അല്ലെങ്കിൽ CNN, IBN അല്ലെങ്കിൽ NDTV അങ്ങനെ പല കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ മീഡിയ ഫീൽഡിൽ എവിടെയെങ്കിലും in front of the screen front or back, but this is the field. Something it can be news, it can be PR, it can be audiovisual communication, it can be production houses, camera, എന്തെങ്കിലും ഒരു TV ഷോ ആയിരിക്കാം, എന്താ. 3 Idiots എന്നൊരു സിനിമ നമ്മളിപ്പം ഭയങ്കര ആരാധനയോടെ കാണുന്ന സിനിമ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അതിനകത്ത് ഭയങ്കര ഒരു മെസ്സേജ് ഉണ്ട്. ഡു വാട്ട് യു ലവ് എന്ന് പറയുന്ന സാധനം കോൺസെപ്റ്റ് ആ പടത്തിലുണ്ട്. ആ പടം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഞാൻ പേഴ്സണലി എടുത്തത് ചുമ്മാ ട്രൈ ചെയ്താലോ. ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ വിളിച്ച് പറയുക ഞാൻ ബോംബെ പോവാം. അപ്പോൾ ഞാൻ ബോംബെ സെലക്ട് ചെയ്തു. ബോംബെ പോകണം. ബോംബെ ഇസ് ദ സിറ്റി ഓഫ് ഡ്രീംസ്. അല്ലെങ്കിൽ സിനിമയുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മീഡിയ, കാരണം അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് അത്രയാണ് ഫോർ മീഡിയ. ഇപ്പോൾ TV, ഫോർ റേഡിയോ ആവാം. സോ ഞാനപ്പം ബോംബെ സെലക്ട് ചെയ്തു. വീട്ടുകാരോട് ആദ്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഓക്വേർഡായിരുന്നു. ഞാൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയി MBA ചെയ്തത്. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു MBA ആണ് കുഴപ്പമില്ല. അപ്പം MBA ആണെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു. കോഴ്സ് കഴിയാറായപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പിനായിട്ട് വിഷ്ണു ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ ശ്യാമപ്രസാദ് സാറിൻ്റെ മോനാണ് വിഷ്ണു ശ്യാമപ്രസാദ്. പുള്ളിയുടെ അടുത്ത് ഇൻറ്റേണായിട്ട് ഞാൻ കയറി. പിന്നെ ഞാൻ മൊത്തം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പരസ്യചിത്രങ്ങൾ അഡ്വർടൈസ്മെൻറ്റിൽ വർക്ക് ചെയ്തു. പിന്നെ കേരളത്തിൽ നമ്മുടെ മലയാള സിനിമകളാണ് ഏറ്റവും ഇഷ്ടം. എപ്പോൾ ചോദിച്ചാലും നമ്മുടെ നാട്ടിലെ സിനിമകളാണ് ഇഷ്ടം. ആ സമയത്ത് ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ഓഡിഷൻ കോൾസ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇത്രയും മറ്റേ ബഹളമില്ലായിരുന്നു. ഇത് വല്ലപ്പോഴും ഇങ്ങനെ ഓഡിഷൻസ് കോൾ വരുമായിരുന്നു.
ആദ്യം ഓഡിഷൻ ചെയ്ത് പടം കിട്ടിയില്ല. ഓഡിഷൻ ചെയ്തില്ല, ചുമ്മാ അയച്ചായിരുന്നു ഒരു വീഡിയോ ടെസ്റ്റ്. ഏതായിരുന്നു? അത് അനുരാഗക്കരിക്കൻ വെള്ളം, ഓക്കെ, നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ റഹ്മാൻ ചേട്ടൻ്റെ പടത്തിന്. പിന്നെ ഇങ്ങനെ ആനന്ദം കയറി വന്നതും അതൊരു ഫ്രണ്ട് പറഞ്ഞു അറിയാം. അതും ഞാൻ ഒരു AD ആയിട്ട് ജോബ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എനിക്ക് മലയാള സിനിമയിൽ വർക്ക് ചെയ്യണമായിരുന്നു. ബോംബെയിൽ വർക്ക് ചെയ്തിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ ഞാൻ ആനന്ദ് സി ചന്ദ്രൻ, അതിൻ്റെ ക്യാമറമാനുണ്ട് പ്രേമം, ആനന്ദം, ഭീഷ്മയൊക്കെ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ആനന്ദേട്ടനെ കോൺടാക്ട് ചെയ്തു, എനിക്കൊരു AD ആയിട്ട് വർക്ക് ചെയ്യണം, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ. അങ്ങനെ ഇത് പറഞ്ഞ് ഞങ്ങളൊരു പയ്യനെ നോക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോസ് അയക്കും, ചുമ്മാ വെറുതെ ഫോട്ടോസ് അയച്ചു. അങ്ങനെ ഓഡിഷന് വന്ന് ആദ്യത്തെ റൗണ്ട് ഭയങ്കര ബോറായിരുന്നു. രണ്ടാമത് ഞാൻ ചോദിച്ച് മേടിച്ചത്, പ്ലീസ് എൻ്റെ കൂട്ടുകാരനെ പെർഫോം ചെയ്ത് കാണിച്ചു, അടിപൊളിയായിരുന്നു, ഒന്നുകൂടെ ചാൻസ് തരും പ്ലീസ്. ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് നമ്മൾ സിനിമ, അഭിനയം, ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ല ഗൾഫിലേക്ക് പോകണം. അപ്പം ഇത് ഇവിടെ ഓഡിഷൻ ഇത് എങ്ങനെയും ഒന്ന് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒറ്റ ഇതേ ഉള്ളായിരുന്നു. സർവൈവൽ അല്ലേ? സർവൈവൽ, സിനിമയിൽ ലാൻഡ് ആവണം, പിന്നെ എത്തണം. പിന്നെ ബാക്കിയാണ് ഏറ്റവും കൂടുതൽ കട്ടി. അതിനേക്കാളും ടഫ് എത്തുക എന്നുള്ള ഉള്ളതല്ല, അതിനേക്കാളും ടഫ് എത്തിക്കഴിഞ്ഞ് സർവൈവ് ചെയ്യാനാണ്. പിന്നെ പക്ഷെ ആദ്യം ഒന്നും എത്തണ്ടേ, എങ്ങനെയും ക്രാക്ക് ചെയ്യാനായിരുന്നു നമ്മുടെ ഇത്. സിനിമ കയ്യിൽ നിന്ന് പോകും എന്ന് തോന്നുന്നു ആ സമയത്ത് you were ready to give your best. Also it was a young film, as in first debut director ആണ് ഗണേഷ് രാജേഷ് എന്ന ഡയറക്ടറിൻ്റെ പേര്. ഗണേഷ് ചേട്ടൻ്റെ അപ്പോഴാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു വിനീതേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ എല്ലാം പുതുമുഖങ്ങളെ അവർ നോക്കുന്നത്. പിന്നെ കോളേജ് ഫിലിമാണ്, അപ്പോൾ പെർഫെക്റ്റ് ആണ് ലോഞ്ചിന്. അത് നമുക്ക് പറ്റുന്ന പരിപാടിയാണ്. കഥ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഓഡിഷൻ ചെയ്തപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ കിട്ടി. കഥയുടെ അല്ല, ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടി. എനിക്ക് മനസ്സിലായി എന്തോ സംഭവം. ഒരു കോളേജ് റൊമാൻസ് പരിപാടി, ഫീൽ ഗുഡ്. കേരളത്തിൽ അങ്ങനെ ഒരുപാട് അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. പിന്നെ പുതുമുഖങ്ങൾ. ആ സമയത്തൊരു വലിയ ലോഞ്ചായിരുന്നു, ഒരു റിസ്ക് ആയിരുന്നു. അതേ സമയത്ത് അത്യാവശ്യം ഒരു അടിപൊളി ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതാണ് പരിപാടി, എങ്ങനെയൊന്ന് ക്രാക്ക് ചെയ്തെടുക്കണം. ഒരു വാശിപ്പുറത്താണ് ഞാൻ എറണാകുളത്തോട്ട് ട്രെയിൻ കയറിയത്. മഞ്ഞുമൽ ബോയ്സ് ഇതേമാതിരി ഓർക്കാപ്പുറത്തായിരുന്നു. മഞ്ഞുമൽ ബോയ്സും പേഴ്സിസ്റ്റൻസിൻ്റെ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ചിതുവിനെ കുറേ ശല്യം ചെയ്തല്ല. മിക്ക ഫിലിം മേക്കേഴ്സും നല്ല തിരക്കുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളൊന്നെങ്കിലും സ്റ്റാർ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ അവർ ഫസ്റ്റോ സെക്കൻഡ് മീറ്റിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ അത്യാവശ്യം എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അനുഭവത്തിൽ നല്ല കട്ടിയാണ്, പിടിച്ച് നിൽക്കുക എങ്ങനെയാലും ഇവരെ. അതായത് ഇവരെ വെറുപ്പിക്കാനും പാടില്ല, പക്ഷെ മീറ്റും ചെയ്യണം. ബട്ട് ജസ്റ്റ് ഫോളോ, ജസ്റ്റ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. സിധുവിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് വിഷ്ണു ചേട്ടൻ. എനിക്ക് ആദ്യമായിട്ട് ഇൻറ്റേൺഷിപ്പ് അവസരം തന്ന ശ്യാം പ്രസാദ് സാറിന് മോഹൻ വിഷ്ണു ശ്യാം പ്രസാദ് എറണാകുളത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ. സമയത്ത് ഞാൻ ചിതുവിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ച് യാദർശനം ചിതു അവരുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ചിതുവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി കൊണ്ട് പറയണം. അപ്പോൾ ചിതു രാജീവേട്ടനൊക്കെ അസിസ്റ്റ് ചെയ്ത്, കെ മോഹൻ സാറിനൊക്കെ അസിസ്റ്റ് ചെയ്ത് ഇരിക്കുക. അപ്പം പടം ഡയറക്ഷൻ എന്തൊക്കെയുണ്ടെങ്കിൽ പറയണം. ചിതു എൻ്റെ പ്രായമുള്ളൂ. ചിതുവിൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവർ എന്നെയും ഫ്രണ്ട്സാണ് കുവൈറ്റിൽ പഠിച്ചത്. അപ്പോൾ അവന്മാർ പറയായിരുന്നു, അപ്പോൾ രാജീവേട്ടനോടൊക്കെ വർക്ക് ചെയ്താണല്ലോ, എന്തെങ്കിലും ചിതു എപ്പോഴെങ്കിലും ചെയ്യണം. ഞാൻ എല്ലാവരോടും പറയും, കളിയാ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പരിപാടി ഉണ്ട് പറയണം, പറയണം. ചിതുവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അരുൺ. അപ്പം ചിതു എന്നെ അറിയാം, ആനന്ദമൊക്കെ അത്യാവശ്യം സക്സസ്ഫുൾ ആയതുകൊണ്ട് അന്ന് ഞാൻ ചിതുവായിട്ടൊരു സെൽഫി എടുത്തു വെറുതെ. എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ കുവൈറ്റിൽ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ചിതുവിനോട് കോളേജ് പഠിച്ച മാംഗ്ലൂരിൽ അലോഷ്യസിൽ. അപ്പോൾ അവന്മാരെ കാണിക്കാനായിട്ട് സെൽഫി എടുത്തു. ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ചിതുവിനെ ഈയിടെ അയച്ചു കൊടുത്തു. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ 2022 ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിതുവിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആണ് സൗബിക്കയും ചിതുവും ഷൈജുക്കയും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. ആഹാ, അപ്പോൾ ഇവര് കൊടൈക്കനാലിൽ പോകുന്നു. ഇവരെപ്പോൾ എനിക്കെന്തോ മനസ്സിലായി, വിഷ്ണു ഉണ്ടായിരുന്നു, നമ്മുടെ വിഷ്ണു AD ആയിരുന്നു. വിഷ്ണു എനിക്ക് സ്റ്റീവ് ലോപ്പിസിന് അറിയാം, ഞാൻ ഭയങ്കര രാജീവ് രവി ഫാനാണ്. സ്റ്റീവ് ലോപ്പിസ് ഞാൻ വിഷ്ണുവിനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീവ് ലോപ്പിസ് വിഷ്ണു ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ വിഷ്ണുവിന് ഒരു കല്യാണത്തിന് കണ്ടു, ഒന്ന് പരിചയപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ ഫോളോ ചെയ്തപ്പോഴത്തേക്ക് #റെക്കി എന്നിങ്ങനെ കണ്ടു. ആഹാ, അപ്പോൾ ഏതോ പടം സെറ്റ് ആയിട്ടുണ്ട്. ഷൈജുക്ക, സൗബിക, വിഷ്ണു, ചിതു. അപ്പോൾ ഞാൻ ചിതുവിനെ മെസ്സേജ് ചെയ്തു, എന്തുണ്ട് വിശേഷം. ജാനുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജാനുവൻ്റെ റിലീസ് തലേദിവസം ചിതുവിനെ മെസ്സേജ് അയച്ചു, അറിയാം ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു ഫീലിംഗ് ഉണ്ട് ഈ പടത്തിനെ പറ്റി. ചിതുവായിട്ട് അന്ന് ഞാൻ കീപ്പ് ഇൻ ടച്ച് ചെയ്യുമായിരുന്നു ജസ്റ്റ്. അപ്പം ചിതു പറഞ്ഞു, വിൽ മീറ്റ്. അപ്പോൾ ചിതു ഒരു 3-4 മാസം ഇങ്ങനെ ഓഫ്കോഴ്സ് ചിതു തിരക്കിലായിരിക്കും. ചിതു അതൊരു സെപ്റ്റംബർ 2022 ഇത് പറഞ്ഞു. നമ്മൾ നവംബറിൽ പടം തുടങ്ങുമ്പോൾ ഞാൻ പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക് മറ്റേ ബോർഡ്
ബോർഡിൽ ഓരോ കാസ്റ്റിൻ്റെ ഇത് റൈറ്റ് ഓരോ ഫോട്ടോ ഓരോ പേരും വെച്ചിട്ടുള്ള ഓരോ പേര് ഫ്ലോ വെച്ച് ചാർട്ട് 11 ബോയ്സ് ഉണ്ട്, 11 ബോയ്സിലും ഓരോ ഫോട്ടോ ഉണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഇപ്പം അന്നത്തെ കാസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ചിതു പറഞ്ഞു ഇതാ പരിപാടി, കൊടയിൽ സംഭവിക്കുന്ന പരിപാടിയാണ്, ട്രൂ സ്റ്റോറിയാണ്. ഞാൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വി ഗോട്ട് ദ റൈറ്റ്സ്, നമ്മളങ്ങനെ ചിതു ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ കളി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇതിലൊന്നും ഇല്ല, അടുത്ത എന്തെങ്കിലും പരിപാടി ഓക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഗുഡ് ബൈ പറഞ്ഞു. പിന്നെ ഗണുവിന് ഇങ്ങനെ ഈ കഥയിൽ ശരിക്കുള്ള ഒറിജിനൽ കഥയിൽ ഒരു ഇരട്ടകളുണ്ട്, സുജിത്തും സതു എന്ന് പറഞ്ഞാൽ. പുതിയ ആരെങ്കിലും അറിയാമെങ്കിൽ പറയണം, ട്വിൻസ് ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി റൈറ്റർ, അനിൽ നാരായണൻ എന്ന് പറയുന്നത് റൈറ്ററാണ്. പുള്ളി 1-2 സിനിമയൊക്കെ ചെയ്തു. ഞാൻ അനിലേട്ടനെ വിളിച്ച് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ട്. പുള്ളി എനിക്ക് ഫേസ്ബുക്കിൽ 2-3 ലിങ്ക് അയച്ചു. ഇങ്ങനത്തെ അഭിനയിക്കാൻ താല്പര്യമുള്ള മാത്രം കേരളത്തിലെ ആൾക്കാരുണ്ട്, ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ എനിക്ക് ആ ലിങ്കൊക്കെ ഞാൻ ഗണുവിന് അയച്ചു. ഗണു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഗണു കിട്ടിയോ എന്തെങ്കിലും സെറ്റായോ. എനിക്ക് എന്തോ ഇതുമായിട്ടൊക്കെ ഭയങ്കര കണക്ട് ആയി. എനിക്ക് പടം അടിപൊളി പരിപാടി, എന്തോ ഒരു എനിക്കറിയില്ല, എന്തോ ഒരു ഐ വോണ്ട് വർക്ക് ഫോർ ദിസ് ഫിലിം എന്നുള്ള ഫീൽ ഉണ്ട്. പക്ഷേ ഐ എം നോട്ട് ദർ, ബട്ട് ഐ വോണ്ട് ടു ഹെൽപ്പ് ഗണു. എങ്ങനെയും അവനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇടയ്ക്ക് 2 ആഴ്ച കൂടെ ആളി അത് സെറ്റായോ എന്തായി ഇങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ വേൾഡ് കപ്പായി, നവംബർ അവസാനമൊക്കെ വേൾഡ് കപ്പായി. ഞാൻ ഒരു കളി കാണാൻ പോയി. തിരിച്ച് എയർപോർട്ടിൽ നിന്ന് എത്തി, വീട്ടിൽ എത്തി, ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്ത് ചോക്ലേറ്റ് ഒക്കെ ലോഡ് ചെയ്ത സമയത്തേക്ക് ഗണുവിന് കോൾ കളിയാ എവിടെയാ. ഇങ്ങനെ ഗൾഫിലായിരുന്നു 1 മാസത്തേക്ക്, വെറുതെ പണിയൊന്നുമില്ല, അപ്പോൾ ചില്ല് ചെയ്യാൻ പോയതാണ്. ഇങ്ങനത്തെ മഞ്ഞമേലൊരു പരിപാടി സെറ്റാണ്, നീ താല്പര്യമുണ്ടോ. ഞാനിങ്ങനെ നിങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്നില്ല, അപ്പോഴത്തേക്ക് ആ സമയത്ത് നവംബറിലോ ഡിസംബറിലോ ഷൂട്ട് തുടങ്ങാൻ പോകുമായിരുന്നു. അത് തള്ളി പോയി, അത് മാറി, കാസ്റ്റൊക്കെ മാറി. അപ്പോൾ എനിക്കൊരു ഓപ്പണിങ് കിട്ടി. അപ്പോൾ ചിതു ഇങ്ങനെ ഗണുവിനോട് പറയുന്നുണ്ട് കുര്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അങ്ങനെ ഗണു വിളിച്ച് മഞ്ഞുമേൽ കയറി. ഇപ്പം ദേ പടം ഇറങ്ങി, 1.5 വർഷത്തെ പരിശ്രമം കഴിഞ്ഞ് പടം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും നമ്മൾ ഇത്രയും വലിയൊരു ഓഫ് കോഴ്സ്. ഇപ്പം ഞാനും ആസ് എൻ ആക്ടർ, ആസ് എൻ ഓഡിയൻ, നമ്മുടെ റിലീസിന് തലേദിവസമാണ് നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു. ഓഫ് കോഴ്സ് പടം ഇത് സർവൈവൽ ത്രില്ലറാണ്, പക്ഷേ അതൊരു ജോണറാണ്. പക്ഷേ മോർ ദാൻ ഇറ്റ്സ് എ ഫിലിം ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കറേജ് ആൻഡ് നോട്ട് ഗിവിങ് അപ്പ്. ഓഡിയൻസ് ഒരിക്കലും ക്ലൈമാക്സ് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലുമൊക്കെ ഇത് ഊരി വരും, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു എൻറ്റയർ 2 മണിക്കൂർ പ്രോസസ്സ് ഓഡിയൻസ് ഡിസ്കണക്റ്റ് ആവരുത് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ പോസ്റ്റ് കോവിഡ് എല്ലാവരുടെയും ഒരു പെർസെപ്ഷൻ എല്ലാം മാറിയിട്ടുണ്ട്. ബോറടിക്കാൻ പാടില്ല, ലാഗൊന്നും ഇപ്പോൾ ആർക്കും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം. ആ ട്രീറ്റ്മെൻറ്റ് ആൾക്കാർക്ക് അടിക്കണം, അവരെ ആങ്സൈറ്റി അടിക്കണമെന്നല്ല, ബേസിക്കലി പടത്തിൽ നിന്ന് ഹുക്ക് ആവണം, പടത്തിൽ നിന്ന് വിട്ടു മാറാൻ പാടില്ല. അപ്പം ഓഡിയൻസ് ഇത് എൻ്റർടൈൻഡ് ആവണം എന്നുള്ളൊരു ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പേഴ്സണലി ഇത് ഞാൻ ഹിറ്റാണ് അങ്ങനെയല്ല, പടം അടിപൊളിയാണ്. ഞാൻ ശ്രീരാഗ്, നമ്മുടെ AD ശ്രീരാഗ്, അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരാഗ്, അല്ലെങ്കിൽ സ്റ്റീവ്, അവനോട് പറയുന്നത് അല്ലേ, ഒന്നും സൂപ്പർ ഹിറ്റ് കുറഞ്ഞൊന്നും ആവാൻ പാടില്ല. ഒന്നുകിൽ സൂപ്പർ ഹിറ്റ്, ആവറേജ് ആവാൻ പാടില്ല, ഫ്ലോപ്പ് വരും, സൂപ്പർ ഹിറ്റ്. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ഇപ്പം കാരണം അത്രയും പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ റിസ്ക് ആയിരുന്നു അത്. അപ്പം ചിതുവിനും സൗമിക ഷൈജുക്കും എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ യുനോ ദ ചോക്ലേറ്റ് ഹീറോ എല്ലാവരുടെയും ഹാർട്ട്രോബായ വരുണിൽ നിന്ന് മഞ്ഞുമല്ല ക്യാരക്ടർ വളരെ റിയൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അംഗമായിട്ടുള്ള എല്ലാ ഡൈനമിക്കും വേറെയാണല്ലോ. കോളേജിലെ കോസ്മോപോളിറ്റൻ കോളേജിലെ urban കോളേജിലെ യങ് ഹാൻസം ബോയ്. എനിക്ക് ട്രോള് വരുമായിരുന്നു. ഞാൻ മറ്റേ മിക്ക പടത്തിലും മറ്റേ CBSE ഇപ്പോഴും ഉണ്ട്, അത് എവിടെയെങ്കിലുമൊക്കെ അനിയനായിട്ട് സുന്ദരൻ അനിയൻ, പഠിപ്പുള്ള MBA, മറ്റേ ഒരു 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള അനിയൻ. അപ്പോൾ ഞാൻ യമണ്ടൻ പ്രേമെന്ന സിനിമ ചെയ്തു. അപ്പോൾ അതിനകത്ത് ക്യാരക്ടറിന് മാസം 1.5 ലക്ഷം രൂപ ഉണ്ട്. അത് ട്രോളാക്കി കാണുമെങ്കിൽ എനിക്ക് കുറേ പേര് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ചെയ്യുക, അല്ല സിനിമ ചെയ്യാതിരിക്കുക കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന് തികച്ചും വേറെ സെറ്റിങ്ങാണ്. എന്നെ കാണാനും വേറെ ആയിരുന്നു, ചെറിയ മീശയും ഷോർട്ട് ഹെയറും. അപ്പം അത്ര ഞാനൊരു ടോട്ടലി ഡിഫറെൻറ്റ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിന് മാത്രമുള്ള സ്ക്രീൻ പ്ലേ എനിക്കങ്ങനെ സ്റ്റാൻഡ് ഔട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഐ വാസ് വെരി ഹാപ്പി ടു ലുക്ക് ഡിഫറെൻറ്റ്, ടു ബി ഇൻ എ ഡിഫറെൻറ്റ് സെറ്റിങ്. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ അതിനകത്ത് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ട്യൂഷൻ ടീച്ചറാണ് പുള്ളി. സുഹൃത്തേട്ടനാണോ പുള്ളിയുടെ ബ്രദറാണോ ട്യൂഷൻ ടീച്ചർ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ അത് എന്തായാലും നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഞാൻ ഇങ്ങനെ ട്യൂഷൻ പഠിക്കുന്ന. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോൾ വരുന്നത്, ഏട്ടാ എവിടെ അപ്പോഴും നമ്മൾ പറഞ്ഞ ഏട്ടാ കൊടൈക്കനാൽ പിള്ളേരൊക്കെ നമ്മൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കോൾ വരുന്നത് കൊടൈക്കനാൽ പോടെ, അവിടെ നല്ല മൂടായിരിക്കും, നല്ല തണുപ്പായിരിക്കും എന്ന് ഞാൻ പറയുന്നു സിനിമയിൽ. അപ്പോൾ അത് ട്രിമ്മായി. പക്ഷേ
അപ്പം എന്താ പറയുക, ഈ വേറൊരു സെറ്റിങ്ങിൽ അത് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. എനിക്കും വേറെ പരിപാടികൾ ചെയ്യണം. എന്നെ ഭയങ്കര എൻ്റർടൈൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം സീരീസാണ് AK 2019 ചെയ്ത ഒരു അച്ഛനായിട്ട് ചെയ്ത അത്. ദാറ്റ് വാസ് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു അത്. അതിലെ ക്യാരക്ടറും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഫൺ ക്യാരക്ടർ. അത് ഫൺ പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഹ്യൂമർ താല്പര്യമുള്ള മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സില്ലി, ഒന്നും ചിന്തിക്കാതെ ചുമ്മാ കെയർ ഫ്രീ ആയിട്ട് ചെയ്യുന്ന പരിപാടി. അതൊക്കെ അഭിനയിക്കാനും ജീവിക്കാനും ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അത് കവി എന്താ ഒരു അവസരം തന്നു. അപ്പം അത് ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞ തരംഗമൊക്കെ ചെയ്ത ആളാണ്. പുള്ളി എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. അഭിഷേക് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ ഡയറക്ടർ. അതിന് ഓഡിഷൻ ചെയ്തിട്ടില്ലല്ലോ? ഓഡിഷൻ ചെയ്തില്ല. അതിന് ഓഡിഷൻ ചെയ്തു. ഞാൻ അവരോട് ജസ്റ്റ് പോയി ഒരു 10 ദിവസം ചില്ല് ചെയ്തു. അവർക്ക് മനസ്സിലായി ഓക്കെ. എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് അവരൊക്കെയാണ് ഇവിടെ എറണാകുളത്ത്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്. ഇപ്പം മഞ്ഞുമലാണ് പുതിയ ഇത്. ആനന്ദം സർക്കിളാണെങ്കിലും ഐ കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. പക്ഷെ മിക്കപേരും തിരക്കിലായി. ഇപ്പോൾ റോഷനാണെങ്കിലും ഭയങ്കര ബിസിയാണ്. നാർക്കലി അല്ലെങ്കിൽ ഗണേഷ് ഏട്ടനായിട്ട് ഞാൻ കാണാറുണ്ട്. ആനന്ദേട്ടൻ അമലി സാറിൻ്റെ പുതിയ പടം ചെയ്യണം. മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട് കീപ്പ് ഇൻ ടച്ച് ചെയ്യാൻ. അത് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല ഓണസ്റ്റ്ലി എറണാകുളത്ത് അങ്ങനെ. അത് നമ്മുടെ കോളേജിലും സ്കൂളിലായിരുന്നു ഏറ്റവും. ഇപ്പം അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആണ് പുതിയ സെറ്റ് ഓഫ് ഫ്രണ്ട്സ്. മഞ്ഞുമൽ ബോയ്സ് ശരിക്കും ലൈഫിൽ ഫണ്ണാണോ ആ ബോയ്സ്? നിന്റെ ഗാങ്? ഓഫ് കോഴ്സ് ഫണ്ണിച്ചിട്ട് ഓവറായെങ്കിലേ ഉള്ളൂ. എല്ലാവരും ഫണ്ണാണ്. എല്ലാവരും കുറുമ്പന്മാരാണോ? ഉറപ്പായിട്ടും. അതിപ്പോൾ ഞാനും കുറുമ്പനൊക്കെ തന്നെയാണ്. എനിക്ക് കുറുമ്പനാണോ? ഇപ്പം വേറെ സെറ്റിലൊക്കെ പോയാൽ അത്യാവശ്യം ഇപ്പം ശാന്തിവിനൊക്കെ നല്ലപോലെ ചൊറിയും. അപ്പം എനിക്ക് അത് നമ്മുടെ ചുറ്റുപാടത്ത് എല്ലാവരും നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നമ്മളെല്ലാം ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. ചന്തു ആയാലും വിഷ്ണു ആയാലും ബാലുവാണ്. അത് ആ എനർജി, കാരണം നമ്മൾ ഒരുപാട് ആ സെറ്റ്സിൽ ഒരുപാട് ഹാങ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ജോയ് എപ്പോഴും ആ സെറ്റിലുണ്ടായിരുന്നു. അത് നമുക്ക് ആ പ്രൊഡക്ഷൻ എന്താ പറയുക ഔട്ട്പുട്ട് തരാനും അത് വളരെയധികം മുഖ്യമായിരുന്നു. നമ്മളെ ഹാപ്പിയാക്കി നിർത്തുക, എല്ലാവരും ഹാപ്പിയാക്കി നിർത്തുക, അങ്ങനത്തെ ഒരു പടമായിരുന്നു. അതുകൊണ്ടാണ് ആ പടം ഇത്രയും നമ്മളെല്ലാം ഈസിയായിട്ട് കഷ്ടപ്പെട്ടത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മഴ നനയാ. ഇപ്പോൾ ബാലുവൊക്കെ നമ്മൾ ചെളി വാരത്തേക്കുക, ഒരു ദിവസം ഒരു 7 തവണ കുളിക്കുക. ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഷോട്ടിൽ ഒരു ദിവസം 7-8 ഉറപ്പായിട്ടും അതും ഷോട്ട് എടുക്കുക, കുളിക്കുക. ഞാൻ പറയാറുണ്ട് നമ്മുടെ ഇപ്പം എൻ്റെ ഫാമിലി എടുക്കുമ്പോൾ നമ്മൾ കസിൻസായിട്ടൊക്കെ കൊച്ചിലെ നമ്മൾ വെക്കേഷനൊക്കെ സ്കൂളിൽ പോലും അമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കിണറുണ്ട്, കസിൻസായിട്ടൊക്കെ കുളിക്കുന്നു. അതുപോലെ ചെറിയൊരു ടെൻറ്റ് ഇട്ട് സൗബിക്ക സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 പൈപ്പുണ്ട്, 4-5 പൈപ്പുണ്ട്. ഞാൻ സൗബിക്ക, ജീൻ ചേട്ടൻ, അഭിചേട്ടൻ, ഞങ്ങളെല്ലാം കുളിക്കും. ദീപകേട്ടൻ എല്ലാം കുളിയും. ബക്കറ്റിൽ സോപ്പിട്ട് കുളിയോടെ കുളി. അങ്ങനെ എല്ലാം ജൂൺ മൊത്തം അങ്ങനെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. വൻ ജേർണി. ഇപ്പം എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ പടത്തിൻ്റെ പ്രൊമോഷനും എല്ലാം കഴിയുമ്പോൾ തെലുഗു വേർഷൻ ഇറങ്ങി. എനിക്കൊന്ന് തെലുഗുവിലും അത്യാവശ്യം ഓക്കെയാണെന്ന് തോന്നുന്നു. ഓഫ്കോഴ്സ് മൈത്രി ഫിലിംസ് അവിടുത്തെ അടിപൊളി ഏറ്റവും പുഷ്പയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. അതാണ് നമ്മുടെ പടം 300 സ്ക്രീൻസിൽ റിലീസ് ചെയ്യുന്നത്. അത് നല്ല ഗ്രാൻഡ് വെൽക്കം ഒക്കെ തന്നു. നല്ല രസമാണ് അവിടുത്തെ ഈവൻ്റ് ഒക്കെ. കുറേ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രൊമോഷനായിട്ട് പോയത് ദുബായിലും ഹൈദരാബാദിലാണ്. ബാക്കി കമലഹാസൻ സാർ ഇൻവൈറ്റ് ചെയ്തു, രജനി സാറിനെ കാണാൻ പറ്റി. ഭയങ്കര പൊളി മൊമെൻ്റ് ആയിരുന്നു രണ്ടും. നമ്മൾ STR ശംഭുവിനെ കണ്ടു, പുള്ളിയുടെ ഫാദർ TR സാറിനെ കണ്ടു. ചെറുപ്പക്കാലം മുതലേ കാണുന്ന ആൾക്കാരല്ലേ, സൂപ്പർ സ്റ്റാർസ് അല്ലേ, ഇവരെ കാണാൻ പറ്റിയത്. താങ്ക്ഫുൾ ടു ഗോഡ്, താങ്ക്ഫുൾ ടു ജിതു. നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ഒരു ലാംഗ്വേജ് സെഗ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത സെഗ്മെൻറ്റിൻ്റെ പേരാണ് The VKC English Malayalam Round. This episode in the title sponsor is the VKC Group. Now they have launched a new brand called D-Bon, VKC D-Bon. So now they have sneakers and a range of stylish, trendy shoes, you know. So they are the title sponsors of our episode. So this round in the pera VKC English Malayalam Round. Okay. This round in the pratyekada. വെള്ളം കുടിക്കുന്നു തോന്നുന്നു. വെള്ളമൊന്നും കുടിക്കൂല, ഭയങ്കര ഈസിയാണ്. ഈ റൗണ്ടിൽ 2 സെഗ്മെന്റ് ഉണ്ട് ഈ ഇംഗ്ലീഷ് മലയാളം റൗണ്ടിൽ. ഞാൻ ഇംഗ്ലീഷിൽ ഒരു സിനിമയുടെ പേര് പറയും. അത് ഇംഗ്ലീഷ് സിനിമയല്ല, മലയാളം സിനിമയാണ്. AKR അതിൻ്റെ മലയാള സിനിമ ഇതാന്ന് ഗസ് ചെയ്യണം. ഗ്ലോബൽ ന്യൂസ്. സായാഹ്ന വാർത്തകൾ. സായാഹ്ന വാർത്തകൾ സിനിമയുണ്ട്, അത് ഈവനിങ് ന്യൂസാണ്. ഗ്ലോബൽ ന്യൂസ്. ഗ്ലോബൽ ന്യൂസ് 1 2 3 4 5 6 7 8 9 10 ഗോളാന്തര വാർത്തകൾ. അടുത്തത് ബെൽ പിക്ചർ ലോക്ക്. മണിച്ചിത്രത്താഴ് അല്ലേ? അത് അവർക്ക് പറയാം. മണിച്ചിത്രത്താഴ്
ആദ്യം ഒരു ഉറപ്പല്ലായിരുന്നു. ശരി, മണിച്ചിത്രത്താഴ്. The Crown. The King. ക്രൗണ്. ഷേ, കിരീടം. ഷേ, മണ്ടൻ. Play dance. Play dance. കളിയാട്ടം. Correct. Action chain. 1, 2, 3, 4. തല്ലുമാല. Okay. Correct. Beloved. ഓക്കെ, ഹിന്ദിയിലാണ് ഈ സിനിമയുടെ ടൈറ്റിൽ ഇരിക്കുന്നത്. മലയാള സിനിമയാണ്, പ്രശസ്തമായ മലയാള സിനിമയാണ്, സൂപ്പർ ഹിറ്റ് മലയാള സിനിമയായിരുന്നു. ജാനിമൻ. കറക്റ്റ്. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് വിളിച്ചേ. An interval in the land of crabs. ഞണ്ടുകൾ നാട്ടിലൊരു ഇടവേള. Correct. The handsome demon king. സുന്ദര കില്ലാടിയോ? സുന്ദര കില്ലാടി അല്ല. 1, 2, 3, 4, 5. രാക്ഷസ രാജാവ്. അതും കൂടിയാണ് പോയിന്റ്സ്. അഴകിയ രാവണൻ. ഇതിന് പിന്നെ മൊട്ടയില്ലാണ്ട് പറയുന്നത് നേരത്തെ പറഞ്ഞ എല്ലാ ആൻസറും ക്യാൻസൽ ആയിട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഗെയിം. സിനിമയാണോ? ആ, അടുത്ത ഗെയിം ഭയങ്കര എളുപ്പം. പൂക്കാലം എന്ന സിനിമയിലെ അരുൺ കുര്യന്റെ ക്യാരക്ടറിന്റെ പേര്. പൂക്കാലം സിനിമയില് ഇത്രയും സമയം ഇല്ല. പാസ്. 2019 അരുൺ കുര്യൻ ചെയ്ത വെബ് സീരീസിന്റെ പേര്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാസ് ആവാൻ പോലെ. 11 മഞ്ഞുപോൽ ബോയ്സ് ക്യാരക്ടറിന്റെ പേര്. 11 മഞ്ഞുപോൽ ബോയ്സ് ക്യാരക്ടേഴ്സിന്റെ പേര് പറയാമോ? സുജിത്ത്, സിക്സൺ, കുട്ടൻ, സിജു, തങ്കി, ജിൻസൺ, അഭിലാഷ്, അനില്, പ്രസാദ്, പരംജിയുടെ സുധീഷ്, കനൂരിനെ പറഞ്ഞോ? വിഷ്ണുവിനെ പറഞ്ഞോ? ചന്ദുവിനെ പറഞ്ഞോ? സുഭാഷ്. നമ്മൾ ഒരു പ്രാവശ്യം ആക്ച്വലി നമ്മുടെ സെറ്റിൽ ഒരു പ്രാവശ്യം ഇങ്ങനൊരു 11. കാരണം കൂടുതൽ നമ്മളല്ലേ, ഇവൻ കുഴിയിലല്ലേ, നമ്മൾ മറന്നുപോയി ബാസി ചെയ്യാൻ പറ്റി. ബാസി നമ്മളെന്തോ ജ്യൂസ് എന്ന് പറയാം. ആർക്കാണ് ഈ ജ്യൂസ്? ആരാണ്ട് സൗമിക്ക് വേണ്ടി 11 പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെയാണോ ചന്തു എപ്പോഴും പറയാം. നമ്മൾ 10 ആണോ 11 ആണോ? ചിതുവിന് ഇടയ്ക്ക് നമ്മൾ നമ്മൾ 10 ആണോ 11 ആണോ? ആരെ 11? വന്നിട്ടില്ല. അല്ല, ബാസ്കി നമ്മുടെ കൂടെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ. ജൂൺ മൊത്തം ഞങ്ങൾ മാത്രമായിരുന്നു. പിന്നെ ജൂൺ അവസാനമായപ്പോഴാണ് ബാസി വന്നു. കൊടൈക്കനാലിലെ ട്രിപ്പിലേക്ക് അപ്പൊ നമ്മളല്ല ഒരുമിച്ച്. നമ്മൾ 2-3 ആഴ്ച ഈ കരച്ചിന് ഷൂട്ട് ചെയ്ത് ബാസിന്റെ കാര്യം മറന്നല്ലാന്ന് മനസ്സിലായി. ഉത്തരം മനഃപൂർവ്വം പറയാതിരുന്ന വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഏക്കയുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു? ഞാൻ മുംബൈ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തു. മുംബൈ ഫിലിം ഫെസ്റ്റിവൽ എപ്പോഴായിരുന്നു ഇത്? 2013. When you were a student, whistling whistle പഠിക്കുന്ന സമയത്ത്. നൈസ്. മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ AK ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം? കുട്ടേട്ടൻ. മോഹൻലാലിലെയോ? ഇത് ചോദ്യമാണ്. മോഹൻലാൽ ചെയ്ത കഥാപാത്രങ്ങൾ. മദ്രാസ് മേൽ. നൈസ്. ഓക്കെ, ഇൻ ഹരിഹർ നഗർ സിനിമ നമ്മൾ വീണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് ഒരു ബോയിനെ അപ്പുക്കുട്ടനായിട്ട് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യും? ഞാൻ. അപ്പുക്കുട്ടൻ, മായ അപ്പുക്കുട്ടൻ. കോമഡി ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരുൺ കുര്യനും ദീപക് പറമ്പോളും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താ? ദീപക് പറമ്പോളിന് ഇപ്പൊ എൻഗേജ്ഡ് ആണ്. കല്യാണം കഴിക്കാൻ പോവാ. നല്ലൊരു വ്യത്യാസമാണ്. വളരെ നല്ല വ്യത്യാസം, ഒരു വലിയ വ്യത്യാസമാണ്. പിന്നെ പരംജി വേറെ ഒരു, നമ്മൾ 11 പേരിലും പരംജി വേറെ ഒരു മനുഷ്യനാണ്. സോളോ പിടിക്കുന്ന ഒരു പ്രത്യേക ഒരു മനുഷ്യനാണ്. ഇൻ എ ഗുഡ് വേ. നമ്മളിപ്പോൾ കുടയിൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ക്ലിഫ്റ്റണിലൊക്കെ വരുമ്പോഴും, ഹോട്ടലിൽ വരും ക്ലിഫ്റ്റൺ,
പരംജി കുടയിലേക്ക് കാണാൻ നീ നടക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ. പരംജിയും ഞാനും കൂടെ പ്രൊമോഷനായി കുറേ പേര് തെറ്റിദ്ധരിച്ചു ഞാനും പരംജിയും ഒരുപോലെ ഇരിക്കുന്നത്. അത്രയും നാളെ റോഷനായിരുന്നു, ഇപ്പൊ പരംജിയാ. അതുകൊണ്ട് ഞാൻ ഇതും ചോദിച്ചേ പറ്റൂ. അരുൺ കുര്യനും റോഷൻ മാതിയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താ? റോഷൻ ഹിന്ദിയിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് ഞാനങ്ങനെ ഒരുപാടൊന്നും ചെയ്യാറില്ല. പിന്നെ വ്യത്യാസം, അവൻ തിയേറ്റർ ആക്ടറാണ്, ഞാൻ തിയേറ്റർ ആക്ടറല്ല. പിന്നെ നിങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റി? ഓഫ് കോഴ്സ് എന്നോട് കുറേ പേര് വന്ന് പറയാറുണ്ട്. നമ്മൾ ആനന്ദം ഇപ്പം ഞാൻ മുടിയും താടിയും വളർത്തിയോണ്ട് മനസ്സിലാക്കാം. പക്ഷെ എനിക്ക് ഇത്രയും മുടിയൊന്നും ഇല്ലായിരുന്നു. ഷോർട്ട് ഹെയർ ആകുമ്പോഴും എന്നോട് കുറേ തെറ്റിയിരിക്കും റോഷനാണ്. ഇപ്പം ഞാനിങ്ങനെ കോവിഡ് സമയത്ത് ഒരു പടമില്ല, ഞാൻ ഇത് നിർത്തിയല്ല അമേരിക്കയിലും പോയായിരുന്നു. മോനെ മൂത്തല്ല അടിപൊളിയായിരുന്നു. ഓക്കെ താങ്ക് യു. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ താങ്ക് യു എന്നും പറയാൻ തുടങ്ങി. അവൻ പറയുന്നത് അവനും ഇഷ്ടംപോലെ കിട്ടാറുണ്ടെന്ന്. അരുൺ കുര്യൻ. ഓക്കെ. മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ജെൻസി വാക്ക്? ക്രിഞ്ച്, ലാഗ്. അരുൺ കുര്യൻ റൊമാൻറ്റിക് ആണോ? ഓഫ് കോഴ്സ്, വെരി മച്ച്. ലക്കി ഗേൾ. അരുൺ കുര്യന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്? ചക്ക, മാങ്ങ, പഴം? മാങ്ങ. മാങ്ങ. കുതന്ത്രം ഓർ നെബുലകൾ? മഞ്ഞുമല്ല ഇഷ്ടപ്പെട്ട പാട്ട്? നെബുലകൾ. അരുൺ കുര്യൻ സിംഗിൾ ആണോ? Shit. I think you did very well. Okay, thank you. എന്നെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. And I hope this venture will be a successful one to you and your team. നമ്മളുടെ ഗിഫ്റ്റിംഗ് പാർട്ട്ണർ AK ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. ആരാണ്? ഇതാണ് ഗിഫ്റ്റ്. കോഫി വിത്ത് കരണാണത്. നമ്മളുടെ ഗിഫ്റ്റിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള Bedazzles ജ്വല്ലറി കമ്പനി കൊടുത്തയച്ചിരിക്കുന്ന ഗിഫ്റ്റാണ്. ഇവർ കസ്റ്റം ജ്വല്ലറി ഉണ്ടാക്കുന്ന ജ്വല്ലേഴ്സാണ് Bedazzles. Bedazzles is an initiative started by two young girls who were in the aviation industry, and now they are a startup. They founded Bedazzles, and they believe in women's empowerment. So they're empowering themselves and they're empowering women around them. Avരുടെ most of the people who work with them are women, so that is a huge plus. They walk the talk. Adallade they make beautiful jewelry like the one I'm wearing. I wanted to tell, it looks nice. ഞാൻ നേരത്തെ ആലോചിച്ച് പറഞ്ഞില്ല. This is from Bedazzles, and they made you a custom ring, so it's yours to keep. Well, thank you to the entire team of Bedazzles, to all the women who's doing this. Very special. Thank you so much. അപ്പോൾ ഏക്കിന് ഒരുപാട് ഫാൻസും ഒരുപാട് അഡ്മയറേഴ്സും ഒരുപാട് സീക്രട്ട് ലവേഴ്സും ഈ ഷോ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ഏക്കിക്ക് എന്താ പറയാനുള്ളത്? ടെൽ ദം 3 things. ഒന്ന്, ഏക്കിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ആ പലഹാരം കൊടുത്തയക്കാമല്ലോ. രണ്ട്, ഇതുവരെയായിട്ടും ഗൂഗിളിൽ ഏക്കിനെ പറ്റി അടിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു രഹസ്യം. ഓക്കെ. 3, whatever you like to say to them. പലഹാരം എനിക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ്. നെയ്യപ്പം. അപ്പോൾ എല്ലാവരും ഏക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നെയ്യപ്പം അയച്ചു കൊടുത്താൽ മതി. നെയ്യപ്പല്ലേ ഉണ്ണിയപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി. ഏക്കയുടെ അഡ്രസ് സ്ക്രോളിൽ വരുന്നത്. അത് മാത്രമായി ചിലപ്പം പലതും വേറെ അയക്കുമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടാൻ പറ്റാത്ത ഒരു രഹസ്യം. എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്, പിന്നെ അടുത്ത സിനിമ ഒന്നും അറിയത്തില്ല, നെറ്റിലൊന്നുമില്ല. ഓക്കെ. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ്. എനിക്ക് ഭയങ്കര ചമ്മലാണ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോംപ്ലിമെൻറ്റ്സ് ഒട്ടും എടുക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. രണ്ടാമത് ഫാൻസൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ആനന്ദമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മെസ്സേജസൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴും മഞ്ഞമേൽ കഴിഞ്ഞിട്ടും ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം പല മെസ്സേജസും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് താങ്ക്സ് മഞ്ഞമേൽ കണ്ടതിലും. അപ്പം ശ്രമിക്കുകയാണ് സിനിമയിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലച്ച് പിടിക്കാൻ, ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ, നല്ലൊരു സക്സസ്ഫുൾ ആക്ടറായിട്ട് മാറാൻ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഇടയ്ക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. ആസ് എൻ ആക്ടർ നമ്മൾ മാക്സിമം ശ്രമിക്കും നല്ല പരിപാടി നല്ലോണം പെർഫോം ചെയ്യണം. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക, സപ്പോർട്ട് വേണം. ആൻഡ് എനിക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ എല്ലാ ആക്ടേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. പിന്നെ എന്താ, വിൽ ഹാവ് ഫൺ. ആൻഡ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ്. ഇത്രയും വർഷത്തെ ഇനിയും അങ്ങോട്ട് കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കുന്നു. Thank you, AK. It was fantastic. Thank you so Thank much. you very much, and I wish you the very, very, very best. Thank you. Okay? May this be a fantastic year. Same. I think it's opened very well. ഇനി അടുത്ത പടങ്ങളൊക്കെ വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം.
Yes. So good luck to you and all our love and prayers. Thank you. Thank you. Thank you.